ഈ കാണുന്ന വണ്ടി ഫ്ലഡഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഫസ്റ്റ് കണ്ടപ്പോൾ ഞാനും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി വെള്ളത്തിൽ കിടന്നിട്ടുണ്ടെന്നുള്ളത്. കുറച്ച് എവിഡൻസ് ഞാൻ കാണിച്ചു തരാം. ബോണറ്റ് തുറക്കാൻ വേണ്ടി വന്നപ്പോൾ സമയത്ത് ഞാൻ ഇവിടെ കണ്ടോ, ഇവിടെ നോക്കിയാൽ കാണാം സ്റ്റെയറിംഗിന്റെ ഈ ഒരു ഭാഗത്തും പിന്നെ ഈ ബ്രേക്ക് പെഡലിന്റെ മുകളിലും റെസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല ഇത് മാത്രം വെച്ചിട്ട്. ബൂട്ട് ഏരിയയിൽ വന്ന് നോക്കുന്ന സമയത്ത് ഈ ടൂൾസിന്റെ മുകളിലൊക്കെ ചെറുതായിട്ട് കണ്ട സമയത്ത് ഒന്നുകൂടി സംശയം ബലപ്പെട്ടു. നോർമലി നമ്മൾ വെള്ളമാവുന്ന റെസ്റ്റും അല്ലെങ്കിൽ ചൂടായിട്ടുള്ള റെസ്റ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് വെള്ളം വന്നത് കൊണ്ടുള്ള റെസ്റ്റ് ആണിത്. ഈ ഏരിയ മൊത്തം അയച്ചു നോക്കിയിട്ടും കൂടുതലായിട്ടുള്ള ഒരു കൺഫേം ചെയ്യാൻ മാത്രമുള്ള ഒരു ഫ്ലഡിന്റെ സിംറ്റംസ് നമുക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഈ ഇന്റീരിയറിൽ ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിന്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ചളി വന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ കൂടുതൽ സംശയമായി. ഈ ഒരു സീറ്റ് റെയിലിന്റെ മുകളിൽ നോക്കുന്ന സമയത്ത് പിന്നെയും കണ്ട് റെസ്റ്റ്, സെയിം പാറ്റേണിലുള്ള റെസ്റ്റ്, വെള്ളമായിട്ടുള്ള ടൈപ്പ്. അതിനുശേഷമാണ് നമ്മളിപ്പോൾ എഞ്ചിൻ ബേ ചെക്ക് ചെയ്യുന്നത്. എഞ്ചിൻ ബേ ചെക്ക് ചെയ്യുമ്പോൾ ഈ അൾട്ടർനേറ്ററിന്റെ കണക്ഷന്റെ മുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അതേ പാറ്റേണിലുള്ള റെസ്റ്റ്, വെള്ളമായിട്ടുള്ള റെസ്റ്റ്. അതിന്റെ മുകളിൽ തന്നെ നമുക്ക് ഈ ക്ലാവ് പിടിച്ച പോലുള്ള ഒരു ഗ്രീൻ കളർ ഇതും കാണാൻ പറ്റും. അതിനുശേഷം അണ്ടർബോഡിയിലേക്ക് പോകുന്ന സമയത്തെ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. അൾട്ടർനേറ്ററിന്റെ മുകളിലുള്ള റെസ്റ്റ് ഇതാ കൂടുതൽ ഇവിടുന്ന് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വെള്ളമായിട്ടുള്ള റെസ്റ്റ് ആണെന്നുള്ളത്. ഈ ടെർബോന്റെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വെള്ളമായിട്ടുള്ള സെയിം പാറ്റേണിലുള്ള റെസ്റ്റ്. ആക്സിലിന്റെ മുകളിൽ കാണാം. ഈ ഒരു സിഗരറ്റിന്റെ ബഡ് ഈ ഒരു സ്പേസിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ജാമായി നിൽക്കാൻ കാരണവും എനിക്ക് സംശയം കൂട്ടി. സത്യം പറഞ്ഞാൽ ഒരു വെള്ളത്തിൽ ഒളിച്ചു വന്നിട്ടുള്ള അല്ലാണ്ട് മുമ്പിൽ നിന്നൊക്കെ പറന്ന് വന്നിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് തിരിഞ്ഞ് കയറിയിട്ടൊക്കെ ഇവിടെ ഈ ഒരു പൊസിഷനിൽ എത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. പ്രോപ്പർ ആയിട്ട് എത്ര ലെവല് വെള്ളത്തിലാണ് നമുക്ക് വണ്ടി കിടന്നിട്ടുള്ളതെന്ന് അറിയാനുള്ളത് ഇപ്പൊ ഇവിടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഒന്നാമത് ഈ ഗ്രില്ലിന്റെ അടിഭാഗത്ത് കാണുന്ന ഈ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് ലെവല് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഒരു ചളി വരാനുള്ള ചാൻസ് എന്താണെന്നുള്ളത്. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ലെവൽ ഉണ്ടതാ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഈ സംഭവങ്ങൾ ഈ ലെവൽ വരെ വന്നതുകൊണ്ടാണ് അവിടെ സ്റ്റെക്കായിട്ട് ഈ പ്രോപ്പറായിട്ട്, അതായത് ഈ കണ്ടൻസറിന്റെ ഈ ഒരു ലെവലിൽ ഇതാ അവിടെ സ്റ്റെക്കായി കിടക്കുന്നത്. അപ്പോൾ ഏകദേശം ലെവൽ നമുക്ക് മനസ്സിലായി എത്രത്തോളം ഒരു വണ്ടി ഹാഫ് ലെവലിൽ വെള്ളത്തിൽ മുങ്ങി കിടന്ന വണ്ടിയാണിത്. ഈ ഒരു ലൈറ്റിന്റെ ഏരിയയിൽ നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പായലിന്റെ അല്ലെങ്കിൽ ചളി വന്ന് അടിഞ്ഞതിന്റെ ഒരു അടയാളങ്ങൾ കാണാൻ പറ്റും. ചില സത്യങ്ങൾ ഇങ്ങനെയാണ്, എത്ര മായ്ക്കാൻ നോക്കിയാലും കുറച്ച് സംഭവങ്ങൾ അവിടെ ബാക്കി ഉണ്ടാവും, ബാലൻസ്, കുറച്ച് എവിഡൻസ്. കസ്റ്റമർ ഈ വണ്ടിയിലേക്ക് വരാനുള്ള കാരണം എന്താ വെച്ചാൽ നോർമലി പ്രൈസ് കുറച്ച് വ്യത്യാസമുണ്ട് മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടും. പിന്നെ ഈ ബാക്ക് സൈഡിൽ ട്രങ്ക് ഡോറിന്റെ ഒരു റിപ്പയർ ഉണ്ട് ഇവിടെ. അപ്പൊ ഇത് കാണുമ്പോൾ നോർമലി പ്രശ്നമില്ലാത്തതാണല്ലോ, ബാക്കിൽ ഈ ട്രങ്ക് ഡോർ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ റിപ്പയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല, എഫക്ട് ചെയ്യുന്നതല്ല. അപ്പൊ മുന്നോട്ട് പോകാന്നുള്ള ഒരു തോട്ടിലാണ് ആള് വണ്ടി ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത സമയത്താണ് ഫ്ലഡഡ് ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. കസ്റ്റമർ ഇതുവരെ ഇൻഫോം ചെയ്തിട്ടില്ല, കസ്റ്റമറോട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല ഇത് ഫ്ലഡ് ആണെന്നുള്ളത്. പക്ഷെ കൂടുതൽ നോക്കിയ സമയത്താണ് നമുക്ക് ഓരോ ഡീറ്റെയിൽസും ഓരോ എവിഡൻസും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ UAE യൂസ്ഡ് കാർ എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ യൂസ്ഡ് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് മാത്രമേ